സംഘർഷം തുടരുന്ന മണിപ്പൂരിൽ മുഖ്യമന്ത്രി എൻ ബീരേൻ സിംഗിനെതിരെ പ്രതിഷേധം ശക്തമാക്കി ഗോത്രവർഗ സംഘടനകൾ. മുഖ്യമന്ത്രിയുടെയും MLA-മാരുടെയും വീടുകൾക്ക് കനത്ത സുരക്ഷ ഏർപ്പെടുത്തി. ഇന്റർനെറ്റ് നിരോധനം 3 ദിവസത്തെ കൂടി നീട്ടി. ഇംഫാലിലെ 4 മേഖലകളിൽ രാവിലെ 5 മണി മുതൽ 10 മണി വരെ കർഫ്യൂവിന് ഇളവ് ഉണ്ടാകും. മണിപ്പൂരിലെ ഇംഫാലിൽ നിന്ന് വിനീത വിജി തത്സമയം ചേരുന്നു. വിനീത, ഗുഡ് ഈവനിങ്. വിനീതയ്ക്ക് അവിടെ സെക്യൂരിറ്റി ഇഷ്യൂസ് ഒന്നും ഇല്ലാന്ന് വിശ്വസിക്കുന്നു. ടേക്ക് കെയർ, അതേ പറയാനുള്ളൂ. എന്തൊക്കെയാണ് വിവരങ്ങൾ? വെരി ഗുഡ് ഈവനിങ് SKN. പ്രശ്നമൊന്നുമില്ല, ഇവിടെ നമ്മൾ സുരക്ഷിതർ തന്നെയാണ്. ഒപ്പം മറുവശത്ത് പക്ഷേ വലിയ രീതിയിലേക്കുള്ള ആശങ്കകൾ ഉണ്ട്. അത് കാണുമ്പോൾ നമുക്കും ഒരല്പം ആശങ്ക തന്നെയാണുള്ളത്. കാരണം ഇരു വിഭാഗങ്ങൾ തമ്മിൽ വലിയ രീതിയിലേക്കുള്ള ഏറ്റുമുട്ടലിലേക്കടക്കം കാര്യങ്ങൾ പോകുന്നതിൽ ഏറ്റവും ദുഃഖകരമെന്ന് പറയട്ടെ, ഈ സാധാരണക്കാരായിട്ടുള്ള സ്ത്രീകൾ, കുട്ടികൾ അടക്കം നമ്മൾ കഴിഞ്ഞ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് പോയി കണ്ടപ്പോൾ അങ്ങനെ വലിയ ഒരു ദുരിതപൂർണ്ണമായിട്ടുള്ള ജീവിതമാണ് ഈ മണിപ്പൂർ ജനത ഓരോ നിമിഷവും ഇങ്ങനെ മുന്നോട്ട് നയിക്കുന്നത്. ഒപ്പം തന്നെ SKN സൂചിപ്പിച്ചതുപോലെ ഇംഫാലിലേക്കടക്കം ഇപ്പോഴും കർഫ്യൂ തുടരുകയാണ്. ഈ ഇംഫാലിലെ ഒരു 4 മേഖലകളിൽ കർഫ്യൂവിന് ഒരു ചെറിയ രീതിയിൽ ഇളവ് അനുവദിച്ചിട്ടുണ്ട്. അവിടെ മറ്റു പ്രശ്നങ്ങളൊന്നും നിലവിലില്ലാത്തത് കണ്ടുകൊണ്ടാണ് ഇപ്പോൾ അത്തരത്തിലേക്കുള്ള ഒരു ഇളവ് അനുവദിച്ചിരിക്കുന്നത്. രാവിലെ 5 മണി മുതൽ 10 മണി വരെ ഈ അവശ്യ സാധനങ്ങൾ വിൽക്കുന്ന കടകളൊക്കെ തന്നെ തുറന്ന് പ്രവർത്തിക്കാമെന്നുള്ളതാണ്. പക്ഷെ 10 മണിക്ക് ശേഷം വീണ്ടും കടുത്ത നിയന്ത്രണങ്ങളിലേക്ക് തന്നെ പോകും. ഇന്റർനെറ്റ് സേവനങ്ങൾക്കുള്ള നിരോധനം അത് ഇന്ന് വരെയാണ് ആദ്യഘട്ടത്തിൽ അറിയിച്ചിട്ടുണ്ടായിരുന്നത്. ഈ നിരോധനം 3 ദിവസത്തേക്ക് കൂടി നീട്ടിയിരിക്കുകയാണ്. ഈ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിന്റെ ഒക്കെ ഭാഗമായി തന്നെയാണ് ഇത്തരം നടപടിക്രമങ്ങളുള്ളത്. ഒപ്പം തന്നെ ഈ MLA-മാരുടെയും മുഖ്യമന്ത്രിയുടെയും ഒക്കെ വീടുകൾക്ക് സമീപം വലിയ രീതിയിലേക്കുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൂടുതൽ കേന്ദ്രസേനയടക്കം മണിപ്പൂരിലേക്ക് ഇന്നും എത്തിയിട്ടുണ്ട്. ഇവരുടെയൊക്കെ നേതൃത്വത്തിൽ വലിയ സുരക്ഷാ കവചം തന്നെയാണ് ഓരോ മേഖലകളിലും ഒരുക്കിയിരിക്കുന്നത്. പക്ഷേ മറുവശത്ത് നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ പോയ ചുരാചന്ദ്പൂർ ഉൾപ്പെടെയുള്ള മേഖലകളിലേക്കൊക്കെ തന്നെ അതീവ ആശങ്ക തന്നെയാണുള്ളത്. അവിടെ ഇരു വിഭാഗങ്ങൾ തമ്മിൽ പരസ്പരം സൈന്യങ്ങളെ പോലെ അവർ ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ ആളുകൾക്ക്, ഈ കർഷകർക്കൊക്കെ ഈ പാടത്ത് മറ്റും ഇറങ്ങി പണിയെടുക്കാൻ പോലും കഴിയാത്തൊരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത്. SKN.